മനസ്സിനിഷ്ടപ്പെട്ട ലൊക്കേഷൻ കിട്ടിയതോടെ രവി വളരെ സന്തോഷവാനായിരുന്നു. എത്രയും പെട്ടെന്ന് ഷൂട്ടിംഗ് തുടങ്ങുമെന്നോർത്ത് ഞാനും. എല്ലാം കൊള്ളാമായിരുന്നു. പക്ഷേ രവിയെ കാത്തിരുന്നത് രവിയുടെ ജീവിതത്തിലെ മറ്റൊരു വഴിത്തിരിവായിരുന്നു. ഞാൻ പറഞ്ഞു ഇങ്ങോട്ട് ഇറങ്ങി വാ. നിർത്താനല്ലേ പറഞ്ഞേ? ഒരുപാട് പഠിക്കാനുണ്ട് മോളെ, ഇങ്ങോട്ട് ഇറങ്ങ്. ഡി ഇറങ്ങാനല്ലേ പറഞ്ഞേ? ഇറങ്ങടി ഇങ്ങോട്ട്. ഇങ്ങോട്ട് വാ വാ, ഇറങ്ങ് ഇറങ്ങ്. ഇറങ്ങൂലല്ലേ നീ? നിനക്ക് തല്ലി പഠിപ്പിക്കാനുള്ളതാണോ കുട്ടികൾ? നീ ആരാടത് ചോദിക്കാൻ? കുട്ടികളോടാണോ ഇങ്ങനെ കാണിക്കുന്നേ? കയ്യിന്ന് വിടറോ? നീ മേല ഇത് ആവർത്തിച്ച നിന്റെ ചെകിട് ഞാൻ അടിച്ചു പൊട്ടിക്കും. നീ ഒന്ന് അടിച്ചേ. ഓടി. ഞാനൊന്ന് കാണട്ടെ. മോളുവാ. എന്താടോ, എന്തു പറ്റി? കാര്യായിട്ടെന്തോ സംഭവിച്ചിട്ടുണ്ട്. അവൻ ആരാണെന്ന് ഒന്ന് കണ്ടുപിടിക്കണമല്ലോ. അവൻ ആരാണെങ്കിലും അവനെ എൻ്റെ കൈ കിട്ടും. വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. ലക്ഷ്മി, ലക്ഷ്മി. എന്തുവാടി, എന്തു പറ്റി? ഞാൻ പറഞ്ഞില്ലേ ഒരാളെ പറ്റി. വാ വാ വാ, അകത്ത് കേറ്. വാ വാ വാ, ഒന്നിങ്ങോട്ട് വാ. ദേ ദേ ദേ, ഇത് അവൻ തന്നെയാ. ഇവനാ എന്നെ തലാൻ വന്നത്. വെറുതെ വിടില്ല, നീ നോക്കിക്കോ. ഓ അതോ, രവിയേട്ടനോ? നിനക്കറിയില്ലേ അതാരാണെന്ന്? രവിവർമ്മ, നിന്റെ ഇഷ്ടപ്പെട്ട എഴുത്തുകാരൻ. രവിവർമ്മയോ? അല്ലടി, ഈ വർഷത്തെ ഫിലിംഫെയർ അവാർഡ് കിട്ടിയത് ഇയാൾക്കാണോ? അയാളൊരു നല്ല മനുഷ്യനാണെന്നാ ഞാൻ വിചാരിച്ചത്. ഇതൊന്നുമല്ല, എനിക്ക് വിശ്വസിക്കാൻ വയ്യ. നീ വിശ്വസിക്കണ്ട. നാളെ തന്നെ ഞാൻ നിനക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. സത്യാണോ? പിന്നല്ലേ. എങ്കിൽ നാളെ ഉച്ചയ്ക്ക് തന്നെ ഇയാളെ പോയൊന്ന് കാണണം. വരുമല്ലോ അല്ലേ? നിനക്കെന്താ ഇത്ര സംശയം? ഉറപ്പാണല്ലോ? ഉറപ്പാണ്. ഇന്നലെ സ്കൂളിൽ പോയിരുന്നോ രവിയേട്ടാ? മദർ സുപ്പീരിയറും ടീച്ചേഴ്സും നല്ല കോപ്പറേറ്റീവ് ആയിരുന്നു. ഷൂട്ടിങ്ങിന് വേണ്ടിയുള്ള എല്ലാ സഹായങ്ങളും ചെയ്തു തരാമെന്ന് പറഞ്ഞു. ആരോടെങ്കിലും സ്കൂളിൽ വെച്ച് വഴക്ക് കൂടിയായിരുന്നു? ഓഹോ, ഇങ്ങനെയുള്ളവരെയാണോ സ്പെഷ്യൽ സ്കൂളിലെ അധ്യാപകരാക്കുന്നത്? അതിന് അലീന ടീച്ചറാണെന്ന് ആരാ പറഞ്ഞേ? അലീനയോ? അവള് ഒരു സ്റ്റുഡന്റ് തന്നെയാ. സ്പെഷ്യൽ കെയർ കിട്ടേണ്ട ഒരു വ്യക്തി തന്നെയാ രവിയേട്ട അവളും. അവളെ പറ്റി അറിയുമ്പോ രവിയേട്ടന്റെ ദേഷ്യം എല്ലാം മാറും. റിട്ടയർഡ് പോലീസ് ഓഫീസർ ഡിക്രൂസ് അച്ചായന്റെ പുന്നാര മോളായിരുന്നു അലീന. മകൾക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു പപ്പ, പപ്പയ്ക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു മകൾ. പപ്പയ്ക്ക് വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ഒന്നും അവള് ചെയ്യില്ലായിരുന്നു. ഒന്ന് വണ്ടി കയറ്. വണ്ടി കയറാൻ. വിളിക്കണേ.
അലീനയുടെ വീടല്ലേ? ആണെങ്കിലോ? ഓ ഒന്നുമില്ല. കുഴപ്പമാണല്ലോ. ആരോടാ പപ്പ സംസാരിച്ചേ? ആരാ പപ്പ അത്? ആ വന്നവനെ നിനക്കറിയാവോ? ആരെ? നിനക്കറിയില്ലേ അവനെ? രാഹുലിനെയോ? ഓ, അത് രാഹുലാണെന്ന് അറിയാം. പപ്പയ്ക്ക് ഇതെന്താ? രണ്ടുപേരും കൂടെ എന്നെ കളിപ്പിക്കുകയല്ലേ? പപ്പ അവിടെ നിന്നേ, ഒന്ന് നിന്നേ. വല്ല വായി നോക്കികളെ കാരണം പപ്പ എന്നോട് വഴക്കൂടെയാണോ? പപ്പ ദേ വന്നിട്ടുണ്ട്. എന്താ നിന്റെ തീരുമാനം? എന്ത് തീരുമാനം? നിനക്കറിയില്ലേ? നീ ഒന്ന് തീർത്ത് പറ. എനിക്കിഷ്ടല്ല. തീരുമാനം എന്താന്ന് വെച്ചാ പറ, ഞാൻ പോയേക്കാം. പപ്പയുടെ ഇഷ്ടമാണ് എന്റെ ഇഷ്ടം. നീയായിട്ടുള്ള റിലേഷനെ എന്റെ പപ്പ ഒരിക്കലും അംഗീകരിക്കാൻ പോണില്ല. ഞാൻ സ്നേഹിച്ചത് നിന്റെ പപ്പയൊന്നുമല്ല, നിന്നെയാ. നീ ശരിക്കും ആലോചിച്ചിട്ട് തന്നെയാണോ? എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല. നിനക്ക് വേണ്ടി മരിക്കേണ്ടി വന്നാലും ഞാൻ പിന്മാറില്ല. നീ മരിക്കുന്നയാ നല്ലത്. ഞാനില്ലാതായാൽ നിനക്ക് സന്തോഷാവൂല്ലേ? ആ, സന്തോഷാവും. ഒന്ന് പോടാ. വാടി. നീ കണ്ടോ? നിനക്ക് ഞാൻ മനസ്സിലാക്കി തരാം, കാണിച്ചു തരാം, കാണിച്ചു തരാം. എന്തൊക്കെ ബഹളമായിരുന്നു. എന്തുവാടാ ഇത്? എന്തു എഴുതി വെച്ചേക്കുന്നത്? രാഹുലേ, രാഹുലേ. പ്രിയപ്പെട്ടവളെ, തടസ്സങ്ങളില്ലാത്ത ആരെയും പേടിക്കാത്ത ലോകത്തേക്ക് ഞാൻ യാത്രയാകുന്നു. അലീന, നീയും വരില്ലേ എന്ന് രാഹുൽ. കൊള്ളാല്ലേ? അവന് വട്ട. എന്തോ നാടി ഇതൊക്കെ. രാഹുൽ, ഇവനെന്താ കിടന്ന് ഉറങ്ങുന്നേ? നിനക്ക് എത്ര പറഞ്ഞു കഴിഞ്ഞാലും മനസ്സിലാവത്തില്ല. നീ അതൊക്കെ മായിച്ചു തന്നെ. സാർ ഇപ്പൊ വരും. അവളുടെ പപ്പയ്ക്ക് ഇതൊന്നും ഇഷ്ടാവില്ല. പിന്നെ എന്തിനാ നീ ഇത്ര വാശി പിടിക്കുന്നേ? ചെല്ല് രാഹുൽ. എണീക്കടാ. രാഹുൽ, രാഹുൽ. എന്താ രാഹുൽ, എന്ത് പറ്റി? ഹലോ അലീന, കേൾക്കാമോ? പപ്പ, പപ്പ. മോളെ, മോളെ. മോളെ, നിനക്കവന് ഇത്രയ്ക്ക് ഇഷ്ടമായിരുന്നെങ്കിൽ പപ്പയോട് പറഞ്ഞുകൂടായിരുന്നോ മോളെ? എന്താ പപ്പയ്ക്ക് എന്താ വേണ്ടേ? എനിക്ക് അവനെ ഇഷ്ടമായിരുന്നെങ്കിൽ പപ്പ സമ്മതിക്കുമായിരുന്നു. എന്താ സംശയം? എൻ്റെ മോളുടെ സന്തോഷമാണ് ഈ പപ്പയ്ക്ക് വലുത്. നിന്റെ സന്തോഷമാണ് എനിക്ക് എല്ലാത്തിലും വലുത്. മോളെ, അലീന. പപ്പയ്ക്ക് സങ്കടമാവെന്ന് വെച്ചാ അവനോടുള്ള സ്നേഹം ഞാൻ മറച്ചു വെച്ചത്. നിങ്ങൾ ഇങ്ങോട്ടൊന്ന് വന്നേ. നിന്നേ, ഞാൻ വരുന്നേ.